ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിയാനി കിച്ചൺ. ഞാനിന്നിവിടെ ഓട്സ് കൊണ്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. റോൾഡ് ഓട്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ മുട്ടയോ ഒന്നും ചേർക്കാതെ വളരെ ഹെൽത്തി ആയിട്ട് ആർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അപ്പം നമുക്കൊരു 1.5 കപ്പ് ഓട്സ് എടുക്കാം. ഇതിൽ നിന്ന് 1 കപ്പ്, വീണ്ടും ഒരു 1/2 കപ്പ്, 1.5 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം, വളരെ കുറച്ച് മതി. ഇതിലേക്കൊരു 1/2 സ്പൂൺ ഏലക്ക പൊടിച്ചതുണ്ട്, അതിട്ട് കൊടുക്കാം. ഒരു 2 സ്പൂൺ ടൂട്ടി ഫ്രൂട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. 3 സ്പൂൺ തൈര്, അധികം പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ, അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി 2 പഴം എടുത്തിട്ടുണ്ട്. ഈ പഴം നമുക്കൊന്ന് മാഷ് ചെയ്തെടുക്കാം. നമുക്കൊരു ഫോർക്ക് കൊണ്ട് നല്ലതുപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കാം. പഴം മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് ഓട്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓട്സ് എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അടുത്തത് ഒരു ആപ്പിൾ നമുക്ക് കട്ട് ചെയ്ത് ചെറിയ പീസസ് ആക്കിയിട്ട് കൊണ്ടുവരാം. ആപ്പിൾ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്കൊരു 2 സ്പൂൺ കിസ്മിസ് ചേർത്ത് കൊടുക്കാം. ഒരു 10 ഡേറ്റ്സ് സീഡൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസസ് ആക്കി വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1/2 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത ആപ്പിൾ, കട്ട് ചെയ്ത ഡേറ്റ്സ്, പിന്നെ റൈസിൻസ്, ഇതെല്ലാം കൂടെ നമുക്ക് ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കണം നമുക്ക്. നമ്മൾ ഈ കേക്കിലേക്ക് ആകെ ഉപയോഗിക്കുന്ന ഓയിൽ ഈ 1/2 സ്പൂൺ നെയ്യ് മാത്രമാണ് കേട്ടോ. നെയ്ക്ക് പകരം ബട്ടർ ചേർത്തിട്ടും ഇത് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. ഒരു 3 മിനിറ്റ് മാത്രം വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആപ്പിളും ഡേറ്റ്സും കിസ്മിസും വഴറ്റിയത് ഓട്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. മിക്സിങ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനുള്ള ട്രേയിലേക്ക് മാറ്റാം. ഞാനിത് എയർ ഫ്രയറിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സിലിക്കോൺ ട്രേയിലേക്ക് ഇത് മാറ്റാം. നമ്മുടെ കേക്കിൻ്റെ മിക്സൊക്കെ ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് എയർ ഫ്രയറിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാം. എയർ ഫ്രയറിൻ്റെ ട്രേയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 180 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ്സ് സെറ്റ് ചെയ്ത് വെക്കാം. 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
ബേക്ക് ആയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം കൂടെ കൂട്ടി വെക്കാം. നമ്മുടെ കേക്ക് ബേക്കായെന്ന് നോക്കാം. ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ ബേക്ക് ആവാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 15 മിനിറ്റ്സും കൂടെ പിന്നെയും ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ ഒരു 45 മിനിറ്റ്സ് ബേക്ക് ആയിട്ടുണ്ട്. നമുക്കൊരു ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കാം. ടൂത്ത് പിക്കൊക്കെ ക്ലിയറാണ്. അപ്പോൾ നല്ലോണം ബേക്ക് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതാ കേക്ക് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്തതിന് ശേഷം കട്ട് ചെയ്യാമേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ മധുരത്തിന് വേണ്ടി പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. നിങ്ങൾ നോട്ട് ചെയ്ത് കാണുമല്ലോ ഞാൻ എന്തൊക്കെയാണ് മിക്സ് ചെയ്തതെന്ന്. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഓട്സ് കേക്കാണ്. നമ്മുടെ ഓട്സ് കേക്കൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഇതുണ്ടോ, കേക്കിൻ്റെ പുറമേ നല്ല ക്രിസ്പിയാണ്. നല്ലോണം ബേക്കായി നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഈ ഓട്സ് കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടമെങ്കിൽ തയ്യാറാക്കി നോക്കണേ. അപ്പം മറ്റൊരു സിമ്പിൾ വീഡിയോയുമായി നമുക്ക് മിയാനി കിച്ചണിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.